ഇത്ര കഷ്ടപ്പെടുന്നത്, കഷ്ടമാകുന്നു. നമ്മളെല്ലാ വിശ്വാസിക്കും വരുന്നൊരു തോട്ടാണ്, എന്തൊരു കഷ്ടമാണ് ജീവിതം, എന്തൊരു പാടാണ് ജീവിതം. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും. ഇപ്പം ഞാനും ചിലപ്പം ചോദിക്കും, എന്തിനാ ഇത്രയും കഷ്ടമെന്ന്, എന്തിനാ ഇങ്ങനെ കഷ്ടം, ഒത്തിരി കഷ്ടം ഭൂമിയിൽ. ദൈവം അറിഞ്ഞുകൊണ്ടാണോ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ദൈവം നമ്മളെ അതിനല്ല സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ കൂടെ മക്കളെ പോലെ സദാസമയം മരണമില്ലാത്ത ജീവിതം ദൈവത്തോട് ജീവിക്കാനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ നമുക്ക് ഒരു ചോയ്സ് തന്ന അവകാശം, അധികാരം, എന്ത് വേണേലും തിരഞ്ഞെടുക്കാം. നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ 2 കാര്യം വെച്ചിരുന്നു ഏദൻ തോട്ടത്തിൽ. ജീവവൃക്ഷമാവുന്ന ക്രിസ്തു ഉണ്ടായിരുന്നു, 1. 2, നന്മതിന്മയുടെ ഫലം അനുഭവിച്ച് അതിൻ്റെ ഫലം കഴിച്ച് ജീവിക്കാം. അപ്പോൾ ദൈവം ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇത് ഈ 2 വൃക്ഷം ഇവിടെ നിൽപ്പുണ്ട്, ഇതിലേത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്നും ജീവിച്ചിരിക്കും, എൻ്റെ കൂടെ ജീവിക്കാം. പക്ഷെ നന്മതിന്മയുടെ ഫലം, അതായത് നന്മതിന്മ നീ തന്നെ അറിയണം എന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. കാരണം നിനക്ക് തന്നെ ദൈവം ഇല്ലാതെ നന്മ തിന്മ എടുക്കാനൊക്കത്തില്ല. പക്ഷേ ഈ ആദ്യത്തിൻ്റെ അവ്വയുടെയും കാര്യത്തിൽ പല പ്രാവശ്യമായിട്ട് അവ്വയുടെ എടുക്ക ചെന്ന് പിശാച് പറഞ്ഞ് അവിടെ തലയിട്ട് തലയ്ക്ക് മന്നത വന്ന് അവസാനം ബുദ്ധി വന്നിച്ചിട്ട് അവ്വ പറഞ്ഞു, എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലല്ലേ അവരെ സൃഷ്ടിച്ചത്. അവൾ ഭർത്താവിനോട് ചോദിച്ചില്ല. അവ്വ ചോദിക്കാഞ്ഞ് ആദം ദൈവത്തോടും പറഞ്ഞില്ല. ഈ സംശയം ഇങ്ങനെ സംശയവും അവിശ്വാസവും കയറി ലാസ്റ്റിലെ അവ്വ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു. ആ ഫലം കഴിക്കുക തന്നെയല്ല, ഭർത്താവിന് ആദമിനും കൊണ്ട് കൊടുത്തു. അന്ന് കഴിച്ച നിമിഷത്തിൽ അവരുടെ ആത്മാവ് മരിച്ചു. ജഡം മരിച്ചില്ല. ജഡം പിന്നെയും കുറേ വർഷം 900 വർഷം പിന്നെയും നിൽക്കുന്നുണ്ട്. അപ്പം അന്ന് പാപം അധികം ഇല്ലാത്തതുകൊണ്ട് ജഡം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മരിച്ചു പോകുന്നത്. പക്ഷേ ആത്മാവ് അന്നേരെ സെവർ ചെയ്ത് മാറിപ്പോയി. ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയപ്പോൾ പിന്നെ ഈ ഫലം കഴിച്ചിട്ട് നന്മ തിന്മ തന്നെത്താനെ തോന്നുന്നു. ഇപ്പം എൻ്റെ നന്മയല്ല വേറൊരാളുടെ നന്മ. അപ്പം എൻ്റെ വീട്ടിൽ 10 പട്ടിയെ വളർത്തുന്നത് നമ്മൾ വിചാരിക്കുക, അത് കടിക്കുന്നതാണ്. അത് എൻ്റെ വീടിന് വേണ്ടി 10 പട്ടിയെ ഞാൻ വളർത്തും. അങ്ങേപ്പുറത്തെ വീട്ടുകാരുടെ ആളുകൾ ഇത് കടിക്കുമെന്ന് വെച്ചാൽ എൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ വീട്ടിന് 10 പട്ടിയാന്ന് പറഞ്ഞാൽ നീതിയാകുമോ? അല്ല, എൻ്റെ സുഖത്തിന് വേണ്ടി അത് നീതിയാകത്തില്ല. അവനവൻ്റെ നിയമം ഉണ്ടാക്കി വെക്കുക. അതാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അവനവൻ്റെ സുഖത്തിന് വേണ്ടി അവനവൻ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് പറയുന്നതാണ് നന്മതിന്മയുടെ ഫലത്തിൻ്റെ ഗുണം. അതേസമയം ജീവവൃക്ഷത്തിൻ്റെ ആകുമ്പം നമ്മൾ മറ്റുള്ളവരെ കരുതും, ദൈവത്തെ ആദ്യം കരുതും, ദൈവസ്നേഹത്തിൽ നമ്മളെ സൂക്ഷിക്കും, മറ്റുള്ളവരെ കരുതും. ഇതെല്ലാം ജീവവൃക്ഷത്തിൻ്റെ ഭാഗം. ഇങ്ങേപ്പുറത്ത് സ്വാർത്ഥതയും സ്വയവും ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചെന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരാളുണ്ട്, ചേട്ടൻ എന്നാ പുള്ളിയെ വിളിക്കുന്നത്. ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ദുരിതമാണ്. ഞാൻ ചോദിച്ചു, എന്നാ വെച്ചാൽ നിനക്ക് ദുരിതം? അത് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവളെ ഇളയ മരുമോളാണ്. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം പറഞ്ഞ ഇച്ചിരി കൂടി പോകണേ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആ കൊച്ചു തന്നെ പറഞ്ഞു, എന്നെ ഇങ്ങനെ അധികാരമായിട്ട് വഴക്ക് പറയാൻ അയക്കെന്ത് അവകാശമെന്ന്. അപ്പോൾ ആ കൊച്ചിൻ്റെ ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും വലിയമ്മയും സങ്കടം പറഞ്ഞെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാനൊന്നും ഉത്തരം എഴുതിയിട്ടില്ല. ഐ വാസ് ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ആൻഡ് പ്രേയിങ്. പക്ഷെ ഞാൻ ഓർക്കണം, ഒരു വീട്ടിൽ ഒരാൾ പറയാണ് ഞാനാണ് ദൈവം, ഞാൻ പറയുന്ന പോലെ ഈ വീട് നടക്കണം. എന്തുകൊണ്ടാണ് സഹോദരി അതായത് ഇളയ ബ്രദറിൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ട് ഇത് ജോലി ചെയ്യാത്തതെന്ന് ചോദിക്കാൻ അയക്കെന്ത് അവകാശമുള്ളത്? അധികാരമില്ല, അവകാശമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം നമുക്ക് ചില നന്മകൾ ചെയ്തു വെച്ചിരിക്കുന്നത് അനുഭവിക്കണമെങ്കിൽ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് വിനയപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. ദൈവം പറയുന്നു, നിൻ്റെ ജീവിതം കഷ്ടമായിട്ട് ഞാനല്ല സൃഷ്ടിച്ചത്. ഗോഡ് വാണ്ട്സ് യു ടു ബി അറ്റ് റെസ്റ്റ് ഇൻ യുവർ സോൾ. നിൻ്റെ ആത്മാവിന് സമാധാനം തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. When all things are going well, you are resting in soul. അതായത് എല്ലാം ശരിയായിട്ട് നടക്കുമ്പം നമ്മൾ പറയാം എനിക്കെല്ലാം ശരിയാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ട്രൂ റെസ്റ്റ് എന്ന് പറയാം, യഥാർത്ഥമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് പ്രയാസവും കഷ്ടങ്ങളും ഇടിമിന്നലും കഷ്ടങ്ങളും ബാധകളും രോഗങ്ങളും വരുമ്പോൾ അതിൻ്റെ നടുക്ക് സമാധാനമായിട്ട് നിൽക്കുന്നതാണ് യഥാർത്ഥ സമാധാനം. പ്രയാസമുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? ആർക്കും പ്രയാസമില്ലാത്തവരില്ല. പക്ഷെ അതിൻ്റെ നടുക്ക് ഉറച്ച് നിൽക്കാനുള്ള കൃപ വരണമെങ്കിൽ, അതായത് പടകിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം വന്ന് അടിക്കുന്നുണ്ട്, പക്ഷേ പടകിനകത്ത് ഞാൻ യേശു ഉള്ളതിനാൽ സുരക്ഷിതനാണ്. ഉണ്ടോ? ആ ഒരു ഉറപ്പാണ്. You have to pursue or labor for it. Continue to labor for getting the rest from God. ദൈവത്തിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടി അത് ഈ സാബത്ത് റെസ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, സാബത്ത് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ് എന്നാണ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചുമ്മാ കിടക്കുക എന്ന്. അല്ല, റെസ്റ്റ് മീൻസ്
ഇഫ് യു ഹാവ് ടു എൻ്റർ ഇൻ ടു സാബത്ത് റെസ്റ്റ്. അതെങ്ങനെയാണ്? സാബത്ത് ദിവസം ഒന്നും ഉണ്ടാക്കരുന്ന ഒരു നിയമം യഹൂദനുണ്ട്, നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ സാബത്ത് റെസ്റ്റ് എടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ചത്തേക്കുള്ളതെല്ലാം ശനിയാഴ്ച നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചു, ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, വീട് അടുക്കി വെച്ചു, വസ്ത്രങ്ങളെടുത്ത് മാറ്റി വെച്ചു, പള്ളിയിൽ പോകേണ്ടതെല്ലാം എടുത്ത് വെച്ചു. അന്ന് ആരെങ്കിലും കാണുന്നില്ല എങ്കിൽ നമ്മൾ ബാക്കി സമയം റെസ്റ്റ് എടുക്കുക. അപ്പം ആ ഒരു ഞായറാഴ്ച റെസ്റ്റ് എടുക്കണമെങ്കിൽ ശനിയാഴ്ച നമ്മൾ പ്ലാൻ ചെയ്ത് സ്വരൂപിച്ചെല്ലാം ശരിയാക്കി. ദൈവം അതുപോലെ പറയുന്നു, എൻ്റർ ഇൻ ടു മൈ സാബത്ത് റെസ്റ്റ്. ഞാൻ ഈ ക്രൂശ് മരണത്തോടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുക, പിന്നെ എൻ്റെ അടുക്ക വന്ന് ഇരിക്കരുത്. ഇത് എളുപ്പം എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ബട്ട് ദിസ് ഈസ് ദി ആബ്സല്യൂട്ട് ട്രൂത്ത് ഐ എം ടെല്ലിങ്. ഒരു പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഇതിനകത്ത് വെളിച്ചം വരും. സോ വെൻ യു ഗോഡ് സേസ് നോട്ട് ടു സേ സംതിങ് ഓർ നോട്ട് ടു ഡു എനിത്തിങ്, ജസ്റ്റ് ഒബേ ഇറ്റ്. ദൈവം പറഞ്ഞത് അനുസരിക്കുക. വെൻ യു സ്റ്റാർട്ട് ഒബേയിങ് യു വിൽ ഹിയർ ഹിസ് വോയിസ്. ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവശബ്ദം കേൾക്കുന്നത്. സോ മെനി തോട്ട്സ് ഇൻ യു, യു നീഡ് ടു ഡിസൺ. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് സാധാരണഗതിയിൽ നമുക്ക് വല്ല കടമോ കടബാധ്യ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അന്നേരം നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സമയം വേദപുസ്തകം എടുത്ത് വായിച്ചു കഴിയുമ്പോൾ കർത്താവ് ഒരു വാക്യം തരികയാണ്, ഞാൻ നിൻ്റെ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു വാക്യം കിട്ടി നമ്മൾ ഉടനെ പെട്ടെന്ന് കടം മാറ്റി വെച്ച് ദൈവത്തെ ചിന്തിക്കും. അതുകൊണ്ടാണ് വചനം എടുത്ത് വായിക്കണം. അപ്പോൾ ഒരു വിശുദ്ധ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എഴുതിക്കുന്നത്. പല തോട്ട്സ് നമ്മുടെ തലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. സോ ബിഫോർ യു ഡ്വെൽ ഓൺ എനി തോട്ട്, ഈ വിചാരങ്ങളല്ല, ഈ ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ചിന്ത ഇങ്ങനെ 1000 ചിന്ത ഒരു സമയത്ത്. ഞാനീ പറയുമ്പോൾ ചിലർ ശ്രദ്ധിക്കും, ചിലർ ശ്രദ്ധിക്കത്തില്ല. ബിക്കോസ് മനസ്സിലാ കോൺസെൻട്രേഷൻ ഇല്ല, വേറെ പല ഭാരങ്ങൾ കാണും. പക്ഷേ ദൈവം പറയുന്നത് എല്ലാ തോട്ട്സും ഇങ്ങനെ നമ്മുടെ തലക്കിട്ട് അടിക്കുമ്പോൾ ബിഫോർ യു ഡ്വെൽ ഓൺ എനി തോട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പേ ഡിസേൺ ചെയ്യണം, ഈ തോട്ട് ആരാണ് എന്നിൽ ഇട്ടിരിക്കുന്നത്. അതായത് രാവിലെ നമ്മൾ ചിന്തിക്കുമ്പം വെപ്രാളം പിടിക്കുന്നതാണോ, കഷ്ടത്തിൻ്റെ ആണോ, ദുഃഖത്തിൻ്റെ ആണോ, ഭാരത്തിൻ്റെ ചിന്ത, അത് ദൈവത്തിൻ്റെ ചിന്തയാണോ, അതോ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചാണോ, അതോ പിശാചിൻ്റെ ചിന്തയാണോ? അതല്ല, ഈ തോട്ട് ദൈവത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ തോട്ട് കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ എഫേർട്ട് എടുക്കണം. സോ ബിഫോർ യു ഡ്വെൽ ഓൺ എനി തോട്ട്, ഡിസേൺ ഓൺ വേർ ദറ്റ് തോട്ട് ഈസ് കമ്മിങ് ഫ്രം ആൻഡ് ഡിസൈഡ് ഓൺ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ഇറ്റ്. വെരി പവർഫുൾ. അതായത് പല വിചാരങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം പിക്കപ്പ് ചെയ്യും. ഏതാണ് പിക്കപ്പ് ചെയ്യുന്നത്? അഴുക്ക് ചിന്ത വരും, നല്ല ചിന്ത വരും, നന്മ ചെയ്യണമെന്ന് വരും, തിന്മ ചെയ്യേണ്ട ചിന്ത, സങ്കടത്തിൻ്റെ പേരും സന്തോഷം. ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? ഏത് നീ തിരഞ്ഞെടുക്കുന്നു? നമ്മൾ ചിന്തിക്കുമ്പോഴും ചിന്തിച്ചാലൊരു അന്തമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തമില്ലെന്ന് ഒരു വിശദം പറഞ്ഞ് ഞാൻ കേട്ടു. എന്നോടൊക്കെ വചനം പറഞ്ഞു ഒരാൾ. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്നിപ്പോൾ ആലോചിക്കുക, ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി വരെയുള്ള കാര്യം ഇന്ന് ചിന്തിക്കണം. ഇന്നത്തെ ദിവസം, ടുഡേ ഈസ് എ ഡേ, ഇന്നൊന്ന് ദിവസം. പക്ഷെ ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, 2 ആഴ്ച കഴിയുമ്പം അന്നത് ചെയ്യണം, അപ്പുറത്ത് ചെയ്യണം, അതിനുള്ളൊരു അത് ഓർത്തിപ്പോഴേ വറി ചെയ്തിട്ടൊന്നും ചെയ്യത്തില്ല, ചുമ്മാ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ആഴ്ച കഴിയുമ്പോൾ അത് ചെയ്യണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്നത്തേതും 2 ആഴ്ച കഴിഞ്ഞുള്ളതും 3 ആഴ്ച കഴിഞ്ഞുള്ളതും നമ്മളെ ആപ്പാടെ ക്രൗഡഡായി. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഇന്നത്തെ കാര്യം ആദ്യമേ ഇത്ര കാര്യം ചെയ്യും. ദിസ് ഈസ് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയമുണ്ട്, അടുത്തതിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഇതിനോരോന്നും കറക്റ്റ് ടൈം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ബുക്ക് കീപ്പ് ചെയ്യുക, ഒരു നോട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ ദൈവമേ അത് ചെയ്യേണ്ടതല്ലാത്തെങ്കിൽ എടുത്ത് കളഞ്ഞതിന് നന്ദി, ചെയ്യേണ്ടതാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാനുള്ള ബലം തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ടിക്കറ്റ് പോകും. ചെറുതിലും വലുതും നമ്മൾ ടിക്കറ്റ് ചെയ്ത് ഇപ്പോൾ യേശു പോലും നമ്മുടെ അടുക്ക് വന്നിട്ട് പ്രാർത്ഥന റിക്വസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട്. കർത്താവ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി വായിക്കും. ഇങ്ങനെ വായിച്ച് അത് സ്വർണ്ണ ലിപിയിൽ അപ്പച്ചൻ എഴുതിക്കൊണ്ട് വായിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പച്ചൻ എല്ലാത്തിനും ഇങ്ങനെ ടിക്കിടുന്നതാണ്. ആ ടിക്കിടുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും. അത് കാണുന്നിടം വരെ. അല്ലെങ്കിൽ നമുക്കത് തോന്നണം. പക്ഷെ ചിലർക്ക് കാണാൻ പ്രയാസം തോന്നുന്നു, അല്ലെ വചനം കൊണ്ട് എന്നോട് സംസാരിക്കും. അപ്പം നമ്മൾ ഈ ജീവിതം ഭാരമാക്കുന്നത് ദൈവമല്ല, നമ്മളാണ്. ലെറ്റ് ഗോഡ് ലീഡ് യു ആൻഡ് ഒബേ ദ ലോർഡ്. ഗോഡ് വാണ്ട്സ് ടു ലീഡ് യു ബൈ ഹിസ് വോയിസ്. എല്ലാ ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുന്നു, മോളെ അവിടെ പോകണ്ടടാ, നീ അത് ചെയ്യണ്ട. പക്ഷെ നമ്മൾ പോയി മുമ്പിൽ അതിനകത്ത് കിടന്ന് കലക്കി വെച്ച് പിന്നെ കിടന്ന് കർത്താവിനോട് വഴക്കുണ്ടാക്കി, എന്തിനാ ഞാൻ പോയെന്നും പറഞ്ഞു. Not every thought that comes into your mind is not yours. എല്ലാ ചിന്തയും നിന്നിൽ വരുന്നത് നിൻ്റേതുമല്ല, ദൈവത്തിൻ്റേതുമല്ല, പിശാചിൻ്റേതാകാം. ഇറ്റ് ക്യാൻ ബി ഫ്രം ദി എനിമി, ഓർ ഇറ്റ് ക്യാൻ ബി യുവേഴ്സ്, ഓർ ഇറ്റ് ക്യാൻ ബി ഗോഡ്. ചിലപ്പം പിശാചിൻ്റെ ചിന്തയാകാം, നിൻ്റെ തന്നെ ചിന്തയാകാം, ദൈവം ഇട്ട ചിന്തയാകാം.
ദ മോമെൻറ്റ് യു ഡ്വെൽ ഓൺ ഇറ്റ്, ഏത് ചിന്തയാണ് അതിൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് യുവേഴ്സ്. അന്നേരം വരെ ഇതിങ്ങനെ പല ചിന്തകളിങ്ങനെ 1, 2, 3 എന്ന് പല ചിന്തകളാണ്. പക്ഷേ ഏതാണ് നമ്മൾ അതിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങുക, അന്ന് അത് നിൻ്റേതായി. അപ്പം നല്ലത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ജീവിതം എന്ത് കഷ്ടമെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ജീവിതം കഷ്ടമാക്കുന്നത്. ദൈവം നമുക്ക് നന്മ ചെയ്യുന്നത്. കർത്താവ് സന്തോഷിപ്പീൻ, ഫിലിപ്പിയർ 4:6, എപ്പോഴും സന്തോഷിപ്പീൻ. ആ വാക്യം കൊണ്ട് വയ്ക്കും. ഫിലിപ്പിയർ 4 പറഞ്ഞു, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവിൻ. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളെ കാക്കും. അങ്ങനെയാണ് ഫിലിപ്പിയർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ വീണ്ടും പറയാം, സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേണ്ട എത്രയും വേണ്ട. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. നമുക്ക് ദൈവം സമാധാനം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം ഇത്ര ഭാരമെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പറയുന്നു, അപ്പച്ചൻ പറയുന്നത് കേൾക്കുകയാട്ടെ. അപ്പച്ചൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യാതെ ഞങ്ങളുടെ ചിന്തയും പിശാചിൻ്റെ ചിന്തയും കൂടെ ആകെ കൂടെ കലക്കി വെച്ചേച്ച് നിന്നെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. അതൊന്ന് ഞങ്ങളിന്ന് എടുത്തു കളയണം അപ്പച്ചൻ. എന്നിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിശ്ചല വെള്ളത്തിൻ്റെ അടുക്കലേക്ക്, സ്വസ്ഥതയുള്ള അടുക്കലേക്ക് ദൈവമേ ഞങ്ങളെ കൊണ്ടുവരണമേ. പച്ച പുൽപ്പുറത്തെ ആടിൻ്റെ ഇടയൻ പോകുന്നത് പോലെ ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മക്കളെ, മരുമക്കളെ, രോഗികളെ എല്ലാവരെയും ഈ പച്ച പുൽപ്പുറത്ത് കൊണ്ടുപോയി വേണ്ട ഭക്ഷണം കഴിപ്പിച്ച് അന്നത്തെ ദിവസം സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഒരു ദിവസം മതി, ആ ദിവസം ഇന്ന് ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കൊടുക്കണേ അപ്പച്ച. ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ വയ്യാത്തവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള കൃപ, രോഗികൾക്ക് സൗഖ്യം. കർത്താവ് ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ അപ്പച്ചൻ്റെ കുരിശ് മുമ്പിൽ അങ്ങോട്ട് നാട്ടി വെച്ചിട്ട് ടേൺ തിരിച്ചു വരട്ടെ. അങ്ങനെ ഇസ്രായേൽ സന്തോഷിക്കാനും കർത്താവ് യാക്കോബിൻ ഗൃഹം സന്തോഷിക്കാൻ, ഇസ്രായേൽ ആനന്ദിക്കുവാനും ഇടയാക്കുന്ന ദൈവം ഒരു സ്ഥിതിമാറ്റം വരുത്തിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിച്ച് ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ, നന്മ തിരഞ്ഞെടുക്കാനുള്ള അവകാശം തന്നത് ശരിയായിട്ട് തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.